അപ്പൊ ഗൈസ് ചേട്ടാ പോണേ ഒന്ന് ഉറങ്ങി എണീച്ച് 2 മണിക്കൂർ 3 മണിക്കൂർ ഉറങ്ങിണ്ടാവും അല്ലേ മാക്സിമം? ഞാൻ 3 മണിക്കൂറേ ഉറങ്ങിയുള്ളത്. ആ പള്ളി പോവാ. മറ്റേ നമ്മളെ ഷാർജാലെ ജയറാമ ഒന്നുകൂടെ നോക്കിയാ. അപ്പൊ പള്ളി പോയി തരാം. ഉറക്കൊന്നും റെഡി ആയിട്ടില്ല ഗൈസ്. മുടി അലമ്പായി നിൽക്കുന്നതുകൊണ്ട് എന്ത് ചെയ്തു, തലയിലൊരു കെട്ടാണ് കെട്ടി. എന്താ പച്ചങ്ങ കാട്ടണേ? അമ്മ ഏട്ടാ പോവാ പള്ളിക്കാ? അപ്പുറത്തേക്കോ മറ്റേ താഴത്തെ പള്ളിക്കാ മേലെ പള്ളിക്കാ പോവാ? ഏത് പള്ളിക്കാ പോവാ? ഇന്ന് പൗതി എണ്ണം വരൂല, അത് ഇങ്ങനെ ഉണ്ട്. ശുക്രിയ അല്ലോ. നമുക്ക് പകുതി വയ്ക്കുന്നത് തിരിച്ചു പോയി. 100 റിയാലാ. കാരണം എന്താ അറിയോ, 100 റിയാലൊന്ന് കിട്ടിയതാണ്. ഒരു 100 റിയാല് കിട്ടിയാണ്. പള്ളി ഒരു ദിവസം നജമുക്ക ലീവ് എടുത്ത് വെറുതെ ഒരു റിയാലിന് ചായ പിടിക്കാൻ പോയതാ. ചായക്ക് 100 റിയാല്. പോലീസ് ഒന്ന് പിടിച്ച് റോഡ് ക്രോസ് ചെയ്തതിന് 100 റിയാല്. അങ്ങനെ മൊത്തം 101 റിയാലിന്റെ ചായ പിടിച്ചില്ല. അതിന്റെ പൈസ അടച്ചങ്ങള്? പൈസ അടച്ചില്ല തരേ. ഇപ്പൊ അങ്ങനെയുണ്ട്. ഒരു മാസത്തിന് മുന്നേ അടിച്ച ഓപ്പൺ ആയോ നോക്കി? കുറച്ച് വന്നാൽ ഓപ്പൺ ആവും. അപ്പൊ ഗൈസ് പള്ളിയിലേക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഉറക്കൊന്നും ശരിയായില്ല. നീ ഉറങ്ങിയോ? മുനീർ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഒരു 3 മണിക്കൂർ. മുനീർ നല്ല മയക്കാറാണല്ലോ. എന്താ ചെയ്യല്ലേ? വെള്ളിയാഴ്ച ഫുഡ് ഉണ്ടാവും, ചിലപ്പോ ഉണ്ടാവും, പറയാൻ പറ്റില്ല. ഹോട്ടലിൽ കയറി നോക്കിയാ പൊതിഞ്ഞിച്ചു നോക്കിയാ ഗൈസ് ആ കാണുന്ന ഹോട്ടലുണ്ടല്ലോ ഫസ്റ്റ്, ആ കടയിൽ നിന്ന് വെള്ളിയാഴ്ച എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഫുഡ് കിട്ടണം കേട്ടോ. 2-3 ഹോട്ടലുണ്ട് ഇവിടെ അങ്ങനെ ഫുഡ്. വെള്ളിയാഴ്ചകളിൽ ഫുഡ് കൊടുക്കണം. ഇന്നിപ്പോൾ പെരുന്നാൾ അതിനെ കൊണ്ട് കിട്ടുമോയെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾ പള്ളിക്കലൊക്കെ പോയിട്ട് തിരിച്ചു വരാം. എന്തേ ഇന്നിപ്പോൾ ഇത് പുറത്ത് നിൽക്കേണ്ടി വരും. ചില ഞങ്ങൾ പുറത്താണ് നിൽക്കൽ, വെയിലത്താണ് നിൽക്കൽ ആണ്. മുസല്ലൊക്കെ കൊണ്ട് പോകണം. എന്താ കൈ ഞങ്ങൾ കണ്ണാടെടുത്തില്ല. ഷെടാ നജമുക കണ്ണാടെടുത്തില്ല. അതല്ലേ വണ്ടി. അത് കായ് മുടക്കി വാങ്ങിയ കണ്ണാടിയാണ്. നിങ്ങൾ കളിക്കണ കളിയല്ലേ? 100 റിയാലിന്റെ കണ്ണാടി 50 റിയാലിന് വില പേശി വാങ്ങിയ കണ്ണാടി. മെയ്ഡ് ഇൻ മെയ്സ്ഡസിന്റെ കണ്ണാടിയല്ലേ? ചില്ലറ കണ്ണാടിയല്ലേ? അപ്പം എന്നാ ഗൈസ് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വരാം. ആ പള്ളി തൊട്ട് മുമ്പിൽ അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് പുറത്ത് നിൽക്കേണ്ടി വരും. സ്ഥിരം പുറത്താണ് നിൽക്കൽ. നന്നായിട്ട് ഇപ്പോൾ ഒരു പ്രത്യേകത വേണ്ട, പുറത്താണ് നിന്നാളാ. എന്തേ മുനീറ? അനക്ക് തോപ്പ് വേണേ മോനെ മുനീറ വാശി വരിക. എൻ്റെ അടുത്തുണ്ട്, പക്ഷെ എനിക്ക് എന്താ പറയാ അയൺ ചെയ്തിട്ടില്ല എന്നുള്ളു. എന്നിട്ടോ മറന്നുപോയി എടുക്കാൻ മറന്നുപോയി. അപ്പൊ നമ്മള് പള്ളിയിൽ പോയി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. പുറത്തുണ്ടാവും, മൊത്തത്തിലാക്കൂല. മുകളിൽ കയറി വെക്കാം. അപ്പൊ എന്നാ വടിയും കോലൊക്കെ മടിക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പൊ പള്ളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. സുഹൈലൊക്കെ ഇനി പാട്ടൊക്കെ കേട്ടാ കടന്നുറങ്ങണ സ്പീക്കറൊക്കെ വാങ്ങി നജമുക്കായിടെ. അപ്പൊ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു, വെള്ളിയാഴ്ച പള്ളിയും കഴിഞ്ഞു. ഇനി പോയിട്ട് ഒന്നും കൂടി കടന്നുറങ്ങാം. വൈകുന്നേരം നീച്ചിട്ട് എന്താ ചാലേക്ക. അങ്ങനല്ലേ നജമുക്കാല്ലേ? നീച്ചിട്ട് എന്താ ചാലേ? ഇപ്പൊ തന്നെ പോണോ? എനിക്ക് ഉറക്കൊന്നും ആയില്ല കേട്ടോ. കണ്ണ് മറ്റെന്താ പറയുക ഈർക്കിളി വെക്കേണ്ടി വരും. നിങ്ങൾ വരാൻ നന്നായി. ദുരന്ത പൊറോട്ടയും ദുരന്തം പരിപാടിയാണ് ഇല്ല മുനീറ? ദുരന്തം ഇന്ന് വലിയ. ഏതായാലും ഞങ്ങൾ പള്ളിൻ്റെ ഉള്ളിൽ തന്നെ കയറി സ്കെച്ച് വലിയ ചൂടില്ലേ. ഇല്ലെങ്കിൽ ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഈ റോട്ടുമലൊക്കെ ഫുള്ള് ആളേക്കാരം വെള്ളിയാഴ്ച. അത് ആരാ പറഞ്ഞേ? ജോയലാ പറഞ്ഞേ. ഇതിനെക്കാട്ടിൽ നല്ല കറി നമ്മളെ കാക്കണ്ടാക്കി വരും. അപ്പോൾ ഇന്നത്തെ പെരുന്നാൾ പരിപാടികളൊക്കെ
പള്ളിപരമായിട്ടുള്ള പരിപാടികളൊക്കെ റാഹത്തായിട്ട് കഴിഞ്ഞിട്ടോ. ഉറക്കം ശരിയായില്ല എന്നുള്ളൂ. പള്ളിയിൽ പോയി വന്നിട്ട് പെരുന്നാപ്പള്ളി കഴിഞ്ഞിട്ട് നേരെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കിടന്നേ. പിന്നെ വേണ്ട എന്താ പറയുക, ഇപ്പോൾ മുനീറിനെ പിടിച്ച് കുലുക്കി എണീപ്പിച്ചു. ആരോ ലൈറ്റും എ സി ഒക്കെ ഓഫാക്കി. ലൈറ്റ് ഓണാക്കുകയും ചെയ്ത് എ സി ഓഫാക്കുകയും ചെയ്തു. എനിക്ക് കണ്ണ് തുറക്കണ്ടേ, എണീക്കാൻ കഴിയണ്ട, തല പൊന്തില്ല. അപ്പോൾ ദാ നിങ്ങൾ റൂമിക്ക് നടക്കുക. നല്ല വെയിലാട്ടോ. ഈ വെയിലത്തൊക്കെ പുറത്ത് പണിയെടുക്കാനുള്ള കാര്യമല്ലേ. എങ്ങോട്ട് എടുത്തോണ്ട് വരാ നിങ്ങൾ? ആ ചങ്ങ ഇപ്പൊ പോയല്ലേ? ഞങ്ങൾ സാധാരണ ഇവിടെ ആ ഹോട്ടലുണ്ട്, ആ ചുമപ്പ് ബാക്കിൽ. അവിടെ വലിയ നീളത്തിലുള്ള ക്യൂ ഉണ്ടാവും. അവിടെ ഫുഡ് കൊടുക്കും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. ഏതെങ്കിലും സൗദികളെ ഏൽപ്പിക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ 3-4 ഹോട്ടലുണ്ട് അങ്ങനെ ഭക്ഷണം കൊടുക്കണേ. അവിടെ ഭയങ്കര തിരക്കാണ്. ഒരു മലയാളിയാണ് ആ ഹോട്ടൽ നടത്തണേ. അവിടെ ഭയങ്കര തിരക്കാണ്, നല്ല ക്യൂ ഉണ്ടാവും. ഇന്ന് പെരുന്നാൾ അതിനെ കൊണ്ട് അവിടെ ഫുഡൊന്നുമില്ല. അല്ല അവിടെ പുരിഞ്ഞ ക്യൂവും പരിപാടി, അടിപിടി ബഹളേക്കാരം. അപ്പോൾ ഏതായാലും പെരുന്നാപ്പള്ളി കഴിഞ്ഞ് വെള്ളിയാഴ്ച പള്ളി കഴിഞ്ഞ് ആ റൂമൊക്കെ ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. അത്യാവശ്യം നല്ല വെയിലുണ്ട്. റൂമിൽ ചെന്നിട്ട് ഞങ്ങളെ ഫുഡ് വന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് കുറച്ചു നേരം കൂടി ഒന്ന് കിടന്നുറങ്ങണം അല്ലേ? ഒന്നുകൂടി ഉറങ്ങല്ലേ? ഒന്നുകൂടി ഇറങ്ങിയിട്ട് ബാക്കി എന്താ ആലോചിക്കാം. അടുത്തവൻ വരുന്നേ, എവിടെയൊക്കെ കയറണം, അടുത്തവൻ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ബാക്കി നമുക്ക് റൂമിലെത്തിയിട്ട് സംസാരിക്കാം. അതേക്കും നന്നാവാം. നല്ല വെയിലാണ്. എന്തായാലും റാഹത്തായി, കാര്യങ്ങളൊക്കെ റാഹത്തായി. ഞാനിന്ന് എന്താ പെരുന്നാൾക്ക് പള്ളിയിട്ടുള്ള വിചാരിച്ചാ. കുളിക്കലും ഇറങ്ങി ഓടലും ഒരു കഥ ഇനി രാവിലത്തെ. എന്തായാലും ആ റാഹത്തായി. ഞാൻ ബാക്കി നമുക്ക് കുറേശ്ശെ അങ്ങനെ വരാം. ഉറക്കമൊന്ന് റെഡി ആവട്ടെ ആദ്യം. തല ഒന്നില്ല, ഉറക്കം ശരിയാവായിട്ടേ. പിന്നെ നല്ല വെയിലുണ്ട്. അപ്പം പിന്നെ വെയിലില്ലേ? നിങ്ങൾക്ക് വെയിൽ വന്നില്ല? നിങ്ങളെന്തിനാ പിന്നെ തലമല വെച്ചക്ക്? സൂര്യന് തിരിച്ചടിക്കാക്കാനാ? എങ്ങനെ അത് നല്ലൊരു തീരുമാനമായിക്കോ. സെവനപ്പ് തണുത്ത എൻ്റെ റൂമിലുണ്ടാവും. എൻ്റെ റൂമിലുണ്ട്. അപ്പോൾ എന്നാ ഗൈസ്, അപ്പോൾ ഗൈസ് പള്ളി കഴിഞ്ഞൊന്ന് ഞാൻ നല്ലൊരു ഉറക്കമുറങ്ങിട്ടോ. അപ്പോൾ ഗൈസ് പള്ളിയൊക്കെ കഴിഞ്ഞൊന്ന് ഞാൻ നല്ലൊരു കിടിലൻ ഉറക്കമുറങ്ങി. ഇപ്പോൾ എണീച്ചിട്ടേ ഉള്ളൂ. ഇനി എവിടെയെങ്കിലും പോകണം. അപ്പോൾ പോണതിന് മുന്നോടിയായിട്ട് ഞാൻ കുറേ ദിവസമായി ഫ്രിഡ്ജിൽ കുറച്ച് ഐസ് ക്യൂബ് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഐസ് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഒന്ന് നമ്മൾ അതും പരീക്ഷിച്ച് നോക്കാം. ഐസ് കോഫിയൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് അങ്ങ് കൊടുക്കാം. നമ്മളെ ആൾക്കാർക്ക് നമ്മളെ ഐസ് കോഫിനെ കുറിച്ച് ഒരു വലിയൊരു അഭിപ്രായമല്ല. അപ്പോൾ നമുക്ക് ആ അഭിപ്രായമൊക്കെ മാറ്റി തിരുത്തി കൊടുക്കണ്ടേ? മധുരം കുറേ എന്നാൽ പൊളിക്കും. അപ്പം എയർപോർട്ടിൽ നിന്ന് അടിച്ച് മാറ്റിയ നെസ്കോഫിൻ്റെ ക്യാപ്പച്ചീനോ ഉണ്ട് ഒരു 3 എണ്ണം. പിന്നെ കുറച്ച് പാല്, കുറച്ച് പഞ്ചസാര, വേറെ ഒരു സാധനം ഇതിന് വേണ്ട. അതൊന്ന് ഉണ്ടാക്കി നോക്കാം. എന്താ സ്ഥിതി? നമ്മളെ തോമസ് ഏട്ടോ. തോമസ് ഏട്ടാ, ആ കാണാനല്ല അയ്യവാ കയ്യ. അപ്പോൾ നമ്മളെ കലാപരിപാടി തുടങ്ങാനുണ്ടോ? പാല് പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് വിമാനത്തിൽ നിന്ന് ഇങ്ങനെ സ്റ്റാം പോലെ കിട്ടണോണ്ട് അതിന് ഒരു ഇതുമില്ല, ഒരു കുറവില്ല. നമ്മൾ ആദ്യം മിക്സ് ചെയ്യാൻ പോവാം. ഇതാണ് നെസ്കോഫിൻ്റെ പൗഡർ, കാപ്പച്ചീനോ കേട്ടോ. ഇത് നമ്മളെന്ത് ചെയ്യുന്നു, ഒരു കുപ്പിയിലേക്ക് ഇങ്ങനെ ഇതാക്കുന്നു. ഇതെന്തിനാ കുപ്പിയിലാക്കണമെന്ന് വെച്ചാൽ പാലും കൂട്ടി ഷെയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സുഖത്തിനാണ്. അപ്പോൾ 1 അതാ 1 2 അയ്യാടിപ്പോയി. പക്ഷെ പോയില്ല. ഓ എന്താണ്ട ഉണ്ണിയ നീ പറയണത്? അതുകൊണ്ട് പാസ്സാവേണ്ട കാര്യമുണ്ടോ നിനക്ക്? കുഴപ്പമില്ല, നീ പോയിക്കോന്ന്. എന്താണ്ട നമ്മ ദേവാട്ടനാണേ. ദേവാട്ട പാലക്കാടാണ് പറയാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. എന്താണ്ട ഉണ്ണിയ നീ? ഇതെല്ലാം നാട്ടുകാർ കാണും ഉണ്ണിയ. എന്ത് വിഷയ പോക്കണം കെട്ടവനെ, നീ നിന്റെ വില എന്നെ കളിയാണ്. നമ്മളാളാ, നമ്മളെങ്ങയാ
ദേവേട്ടനാണോ കോഫി? കോഫിയാണോ? ചാടിച്ചോ? ഓ തൽക്കാലം നമുക്ക് മൂന്നാക്ക്. മിസ്റ്റർ തോമസേട്ടന് കോഫിയാണോ? വേണ്ട. അപ്പോൾ ഗൈസ് നമ്മളെ ആൾക്കാർക്ക് മാത്രം മതി. അപ്പോൾ നമ്മൾ നിങ്ങൾ കഴിച്ചില്ല. പിന്നെ നമ്മൾ മൂന്നാക്കുള്ള പാല് ഇതിൽ മിക്സ് ചെയ്യാം കേട്ടോ. 3 ഗ്ലാസ്സിലേക്ക് കണക്കാക്കിയിട്ട് പാല് ഇതിൽ മിക്സ് ചെയ്യാണ്. ഇത് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഷെയ്ക്ക് ചെയ്യാൻ വളരെ സുഖമാണ്. അങ്ങനെ ഷെയ്ക്ക് ചെയ്യാം. അങ്ങനെ ശരിക്കും നല്ലോണം ബീറ്റ് ചെയ്യണം. പഞ്ചസാര ഇട്ടില്ല, പഞ്ചസാര ഇടണം കേട്ടോ. അപ്പോൾ അതാ പഞ്ചസാര ഏതാ അറിയാമെങ്കിൽ ഇതൊക്കെ നമ്മളെ സ്വന്തം വിമാനത്തിൽ നിന്ന് എടുത്തോണ്ടിരുന്ന. ഹാപ്പി വീഡിയോ. ഐസ് കോഫി. അപ്പോൾ നമ്മൾ 1 പഞ്ചസാര കുറഞ്ഞുകൊണ്ട് എടുത്തിട്ടോ. 2 അപ്പോൾ അത് മൊത്തം വയ്ക്കണമെങ്കിൽ ഒരു ഇതും കൂടി എടുത്തോണ്ടെന്നാ നെസ്കോഫെ. അങ്ങ് കുറക്കണ്ട. വീണ്ടും നമ്മൾ ഇട്ടിട്ട് കുലുക്കുന്നു. നല്ലോണം കൊടുക്കണം. ഇതിൽ വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഐസ് ക്യൂബ് എടുത്തിടുക. സെർവ് അതായത് ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷം ഐസ് ക്യൂബ് എടുത്തിട്ടാൽ മാത്രം മതി. കോഫി ഇമാതിരി കോഫി ജീവിതത്തിൽ കുടിച്ചിട്ടുണ്ടാവില്ല. കുറച്ച് എണ്ണം കുറച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഐസ് കോഫിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കാം. നമുക്ക് ആദ്യം നജ്മുക്കൊക്കെ തന്നെ കൊടുക്കാം. നജ്മുദ്ദീൻ, നമുക്ക് ജോയലിന് കൊടുക്കാം. ഇതൊന്ന് ടേസ്റ്റ് കുടിച്ച കാര്യം പറയും. തള്ളി മറിക്കാതെ കാര്യം പറയട്ടോ. സംഭവം പൊളിയാണ് ഗൈസ്. ഞാൻ ഇവിടുന്ന് കുവൈത്തിൽ നിന്ന് ഇടക്കിടക്ക് ഉണ്ടാക്കണം. പക്ഷേ കോഫി വേറെ ആണെന്നുള്ളൂ. ഇത് നമ്മൾ ക്യാപ്പച്ചീനോ തന്നെ എടുത്ത്. അത് 3 in 1 കാരമൽ കോഫി പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ആണ് സാധാരണ ഞാൻ ഉണ്ടാക്കൽ. ഇത് വെറൈറ്റി ആക്കി ഒരു പരീക്ഷണമായിരുന്നു. വിജയിക്കാനും വിജയിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. നോക്കാം. നജ്മുക്കാക്കും കൂടി കൊടുത്തേക്കാം. എടാ മുനീർ എണീച്ചില്ല. ഈ നജ്മുക്കാൻ്റെ അഭിപ്രായം. നജ്മുക്ക എന്താ ഞാൻ തിരിഞ്ഞിക്കണ്? മധുരം ഉണ്ടാവും കേട്ടോ. ഇയാളിത് കലമ്പാക്കും. തള്ളിയതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ലേസം ടേസ്റ്റ് ചെയ്ത് നോക്കി. ആ മുനീറോടെ ചങ്ങായി എണീച്ചില്ല. മുനീറ എണീപ്പിക്കട്ടെ. മുനീറിന്റെ തൊട്ടാരോ. മുനീറ ഇപ്പം പാട്ടൊക്കെ വെച്ചിട്ടാട്ടോ ബാത്റൂമിൽ കുളിക്കുക. പാട്ടൊക്കെ വെച്ചിട്ടാ കുളിക്കല്ലോ ഇവിടെ. ഉണ്ടോ? അപ്പൊ ഗൈസ് അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മളെ ഒന്ന് കുടിച്ചു നോക്കുക. എന്നിട്ടല്ലേ മുനീറിന് കൊടുക്കല്. അല്ല എങ്ങനെയുണ്ട് നമ്മൾ ഇതെങ്ങനെയുണ്ട്? കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? വലിയൊരു അലമ്പില്ലല്ലോ. ബിസ്മില്ലാ. പറക്കണില്ല. ഐസ് കുറച്ച് പീസ് കൂടിപ്പോയി. ശരിക്കും ക്യൂബ് ഇടണം. ഞാൻ ഒരു ഗ്ലാസ്സിൽ വെച്ച് പിന്നെ ഐസ് പൊട്ടിക്കരുത്. അപ്പോൾ ഐസ് നേരം നല്ലോണം ഇരുട്ടാനായി. മരിവാൻ കൊടുക്കാനായി. ഞങ്ങളിതപ്പോൾ പുറത്തിറങ്ങണുള്ളൂ. നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ സംഗതി പാളി. ഉറങ്ങിപ്പോയി ഗൈസ്. ഉറക്കത്ത് പെട്ടു. മുനീർ വന്നില്ല. അപ്പോൾ നമ്മൾ ഇനി എങ്ങോട്ടാന്ന് അറിയാതെ തെണ്ടാൻ പോവാണ്.
അജുബുക്കായേ നമ്മൾ സ്ഥിരം പോയി ചോദിക്കണ മാതിരി ഏട്ടാ പോണേ? എങ്ങോട്ടും പോകാൻ അതിനൊരു അവസാനം വേണ്ടേ? ഇവന് ടാറ്റു അടിക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇവനൊന്ന് ടാറ്റു അടിപ്പിച്ചു കൊടുക്കാം. ടാറ്റു അടിക്കാൻ ഒന്നും തുറക്കൂല കേട്ടോ. ഷർഫിയലുണ്ടോ? ആ അതെ അസീസിയ. മുനീർ എവിടെ? മുനീറിനെ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. മുനീർ വന്നിട്ട് വേണം എങ്ങോട്ടാന്ന് തീരുമാനിക്കാൻ. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ട് പറയാം. ഈ മുനീർ വരുന്നേക്കാ നമുക്ക് കട്ട സപ്പോർട്ടായിട്ട്. ഒന്ന് വായോ. എങ്ങനെ ബാക്കി പാട് ആൾക്കാരെ കേട്ടെ. നോമ്പറന്ന് വെളുക്കിരിക്കാൻ പോകുമ്പോ അരയിലത്തെ ഒരു തലയുണ്ടല്ലോ എല്ലാം കഴിഞ്ഞു. ഞാൻ മറ്റേ കേട്ടോ വള്ളി പുള്ളി തിരിച്ചു വരില്ല. അപ്പൊ ഗൈസ് നമ്മള് ഷറഫിയേക്കാണ് പോകാൻ തീരുമാനിച്ചത്. നമ്മളൊരു ഡ്രൈവറാണ്, ഒരു ടാക്സി കിട്ടി. आपका नाम क्या है भैया? जी इरफान नाम है मेरा. और सुनाओ क्या हाल है? ठीक हो? इरफान खान पाकिस्तान से. പാകിസ്ഥാനിയാണ്, ഇർഫാനാണ്. നമ്മളെല്ലാവർക്കും ഈദ് മുബാറക്ക് പറഞ്ഞിട്ടുണ്ടോ വന്നപ്പോ തന്നെ? क्या हाल है? ठीक ठाक हो? ईद मुबारक मेरी तरफ से सब लोगों को जनाब. എല്ലാവർക്കും ഈദ് മുബാറക്ക് കിട്ടും എൻ്റെ വക സ്പെഷ്യൽ. അപ്പൊ നമ്മളങ്ങനെ പോവാണ്. എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല. ഷറഫിയ ചെന്നിട്ട് തീരുമാനിക്കുള്ളൂ. ഷറഫിയ ഒരുപാട് കണ്ട് നജിമുക്ക പറഞ്ഞ എത്ര എന്താ പറഞ്ഞു എയർപോർട്ടിൽ പോണേക്കാട്ട് നല്ല കൂടുതൽ പോയത് ഷർഫിയൽക്കാ. शर्फिया या मशरफा? ഷറഫിയ കാണാൻ പറ്റിയ സ്ഥലം भाई जरा हमको भी लेना यूट्यूब में. ഇവനോടാ ചോദിക്കാൻ പറ്റിയ ആളാ ഇവൻ. ये नजदीक टाटू स्टूडियो है ना, वो किधर है मालूम है? वो जद्दा में नहीं मालूम. फिर जाओ ജിദ്ദ മല്ല. മുനീറേ ഇതെന്താ രണ്ട് വാക്ക് പറയാത്തത്? ഈ വാർക്കപ്പണിക്കാർ പോണ മാതിരി. അല്ലടാ ഞാന് തണുത്ത ഐസ് കോഫി ആസ്വദിച്ചോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് സാധനം? അത്രക്ക് സെറ്റിക്കണോ? മൊത്തത്തില് സെറ്റായി പോയിന്ന്. അടിപൊളി സാധനം. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗായ്സ് നമ്മൾ യാത്രയിലാണ്. സിഗ്നൽ വന്ന് നിന്ന് മദീന റോഡിൽ കൂടിയാണ് ഇന്ന് പോണത്. അപ്പൊ ഇൻഷാ അല്ലാ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിട്ട് सब्सक्राइब करो. मैं तुम्हारा जनाब वो निकलूं, क्या नाम है, फॉलोअर जनाब. അപ്പോ നമ്മൾ ബാക്കി വഴിയിൽ യാത്ര സംസാരിക്കും. ठीक हो गया जनाब, बेहतरीन जनाब. ओके ये वाला है. ये माशाल्लाह भाई, इतने ज्यादा माशाल्लाह 18,000 हैं सब्सक्राइबर. 18,000 हैं. वो तो अभी शुरू किया, 2 महीना हो गया बस. സബ്സ്ക്രൈബ് कर दिया. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നമ്മളാ. താങ്ക് യു. നമ്മളെ പാട്ട് കേട്ടോണ്ടിരിക്കാം. അപ്പൊ മുനീർ ഭായ്, എന്താണ് നമ്മളെന്നത്തെ നല്ല രീതിയിൽ എന്റെ പോലെ തല കെട്ടി കൊടുത്തു. നജിമുക്ക പറഞ്ഞ കോളാക്കിയാ എന്നിട്ട് പിന്നെ വാർക്കപ്പണിക്കാരെ കെട്ടി ഇറങ്ങി. ഇത് കെട്ടിയ പണിച്ചല്ലോ മറ്റേ ഏതാ റെന്റക്കാരൊക്കെ അടവാട്ടോ. 10 साल हो गए. 10 साल हो गया. माशाल्लाह. सऊदी काम करने के लिए अच्छा जगह है ना? हाँ, सऊदी में काम करने का अच्छा जगह है. जरा रुको, ये रख थोड़ा पूछी सही करने दो. वीडियो में ले रहे हो यार. सुंदर आना चाहिए आदमी यार. तो सुंदर हो ना तू. ചങ്ങനാട്ടോ. അപ്പൊ ഇവിടെ സൗദി അറേബ്യനെ കുറിച്ച് എനിക്കൊരു അഭിപ്രായം പറയാനുള്ള എന്താ വെച്ചാൽ, ഞാൻ 4 വർഷം കുവൈത്തിൽ ജോലി ചെയ്തിട്ട്
കുവൈത്തിൽ ജോലി ചെയ്ത പൈസ കയ്യിലാ പോയത് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ശമ്പളത്തിനുള്ള ബർക്കത്ത് ഏതെങ്കിലൊക്കെ വരും. ആ പൈസ നമ്മളെ നാശമായി പോകില്ല. ആ പൈസ അങ്ങനെ എന്താ പറയാ എന്തെങ്കിലും ഒരു ഉപകാരത്തെ കൊള്ളിക്കും. इधर से ये व्हाइट नजर आ रहा है, ये ब्लैक नजर आ रहा है, ये आ रहा है। ये देखो कैमरे में फोकस करो, ये देखो व्हाइट व्हाइट वो तो व्हाइट है ना, इधर व्हाइट इधर ब्लैक है। हाँ है ना उधर, ये देखो सब ऐसा है. मेरा भी ऐसा हो ना, देखो इधर बहुत बहुत ब्लैक है. आज के बाद फुल टी शर्ट पहना करना है, तो मेरे बाजू काला हो गए वरना शादी नहीं होगा. लड़की बोलेगा लड़का काला है. अभी तक शादी नहीं हुआ, झूठ है. और नहीं शादी हुआ अभी तक, अभी नहीं हुआ, नहीं हुआ अभी तक. കല്യാണം കഴിച്ചില്ലടോ. കഴിച്ചില്ലായി ഈ രക്ഷപ്പെട്ട് കല്യാണം കഴിക്കാത്തോണ്ട്. കല്യാണം കഴിച്ചിട്ട് എന്താ മൊഞ്ചക്കാണ് കുറയും. അതെ ഒരു പ്രാവശ്യം ചൂടെടുത്ത് ഈ ബസ്സുകളൊക്കെ മദീനക്ക് പോകാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണ ബസ്സുകളാട്ടോ. ഷറഫിയെന്ന് മദീനത്തേക്ക് പോവാ. ഷറഫിയെന്ന് മദീനക്ക് പോകാനുള്ള ബസ്സുകളത്. ഇന്നിപ്പം രാവിലെ കുറേ ബാച്ച് പോയിണ്ടാവും. ഈ വൈകുന്നേരത്തെ ബാച്ച് പോകാനുള്ള പരിപാടിയാണ്. ഒക്കെ മദീനത്തേക്ക് പോകുന്ന ആൾക്കാരാണ്. അല്ല ഇജ്ജാതി ആൾക്കാർ. ഷറഫിയിലെ തിരക്കൊക്കെ നിങ്ങള് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്താ ഈ നല്ല ആളുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പൊ പറഞ്ഞ തിരക്കുണ്ടാവില്ല. അല്ലടാ നമ്മൾ ഏത് ഏരിയക്ക് കേന്ദ്രീകരിച്ചാ പോണേ? ഏത് ഏരിയ കേന്ദ്രീകരിച്ചാ പോണേ? സ്നാക്ക് റെസ്റ്റോറൻറ്റ്. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വേണം പരിപാടികൾ. ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട്. നല്ല ജനങ്ങൾ എല്ലാവരും ഇറങ്ങിയാണ് കേട്ടോ. എന്താ ഷറഫിയിലെ കാഴ്ചകളാട്ടോ ഇന്നത്തെ സ്പെഷ്യൽ കാഴ്ചകളാണ്. നല്ല പെർഫ്യൂമുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നല്ല നല്ല സ്മെല്ല് കുറേ നേരം നിൽക്കും. ബാക്കിയൊക്കെ കണക്ക് തന്നെ നിൽക്കും. എന്ത് ആ ഒക്കെ കണക്ക് കേടാ. തമർ കച്ചവടം, തമർ കച്ചവടം കിട്ടും. ഒക്കെ പോലെ ഓൺ പ്രൊഡക്റ്റ് സാധനങ്ങളാ അല്ലേ? ഇതൊക്കെ പോലെ ഓൺ പ്രൊഡക്റ്റ് ആണ് അല്ലേ? ഒക്കെ പോലെ തന്നെ സാധനങ്ങൾ. നല്ല ഇഷ്ടം പോലെ തമറുകളൊക്കെ ഉണ്ട്. പല പല ഐറ്റംസ്. ഇത് സുക്കരി ഇല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാ തോന്നുന്നുണ്ട് സുക്കരി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തമറാണ് തുക്കരി. സുക്കരി സുക്കരി ആളുകളൊക്കെ ഉണ്ട്. സ്ത്രീകൾ കച്ചവടത്തിനുണ്ട്. ഒന്ന് മുന്നോട്ട് നിന്നാ ഞാനൊന്ന് മുന്നോട്ട് പോട്ടെ. അനക്ക് ആവശ്യത്തിന് കയ്യുമ്പോൾ വളല്ലേ ഇനി എന്തിനാ? എടാ മുട്ടക്കാക്കനെ കാണാനല്ല, മുട്ടക്കാക്ക മിസ്സായി ഗൈസ്. ഉണ്ടോ? നല്ല അടിപൊളി ക്ലാസ്സുകളൊക്കെ ഉണ്ട്. വിലക്കുറവാണ് കേട്ടാ. ഇന്നിപ്പോൾ ഇവിടെ സകല കച്ചവടം ഉണ്ടാവും. എന്തല്ലേ ആൾക്കാർ, സകല കച്ചവടങ്ങളും തെരുവ് കച്ചവടങ്ങൾ. ഏയ് ചങ്ങലും കൂടി ഇട്ട് മുട്ടക്കാക്കൊക്കെ നല്ല റങ്കും ഉണ്ടാവുന്ന. ഒന്ന് ആലോചിച്ച് നോക്കി. അയാള് ചൈനൊക്കെ ഇട്ട് നടക്കണേ. ആ ചെയിൻ ഇട്ട് അങ്ങനെ നല്ല മൊഞ്ചായി കിട്ടോ. أشهد أن لا إله إلا الله أشهد أن محمدا رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة الله أكبر الله أكبر لا إله إلا الله. ഷറഫിയിൽ നമ്മൾ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ചെയ്യണ ഒരു കട ഉണ്ട് കേട്ടോ. അങ്ങോട്ടാ പോകുന്നത്. എത്തമാട്ടോ നല്ല മട്ടം. ഈ കുരിപ്പാണ് കേട്ടോ ഇവിടെ ഷറഫിയ മൊത്തം ഭരിക്കണത്. മെയിൻ ആളാ അവിടുത്തെ. എടാ iPhone 40 Pro Max ഏതെങ്കിലും സെക്കൻഡ് ഹാൻഡ് ഉണ്ടോ? 40 Pro Max സെക്കൻഡ് ഹാൻഡ് ഇട്ടാ. അപ്പൊ ഷറഫിയിൽ വരുന്നതൊക്കെ ഈ ചങ്ങായിനെ നോക്കിയച്ചോളിട്ടോ. നല്ല പറ്റിച്ചു, നല്ല പറ്റിച്ചു. കയ്യും കാലും വെച്ചത് ആരാന്ന് വെച്ചാൽ ഇതായൊരു കൈ കാലം വെച്ച മുതലാ. അപ്പൊ ഗൈസ്, അപ്പൊ ഞാൻ വരട്ടോ. നോക്കിയാ
ഇജ്ജ് ഒരു 40 Pro Max ഏതായാലും സെക്കൻഡ് ഹാൻഡ് ഒപ്പിച്ചേക്ക് നല്ല വിലക്കുറവിൽ വേണം. അത് പറഞ്ഞുകൂണേ ഇജ്ജ് എടുത്തേക്ക്. ഇതൊക്കെ ബിസിനസ് സീക്രട്ട്, എന്റെ ട്രേഡിങ് സീക്രട്ട് ആൾക്കാരെ അറിയട്ടാ. പറഞ്ഞ് തള്ളിട്ട് സാധനം വാങ്ങുമോ? ഇതാണ് കേട്ടോ ഗൈസ്, നമ്മള് സ്ഥിരമായിട്ട് ഷർഫിയിൽ വന്നാൽ ഇവിടുത്തെ ബീഫ് ബിരിയാണി അയക്കല്. ഇവിടുത്തെ തിരക്കണ്ടില്ല നിങ്ങള്, ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ സ്ഥലമല്ല, ആൾക്കാരായി റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ. നല്ല ഫുഡ് ക്വാളിറ്റിൻ്റെ കേട്ടോ. പോവാ നോക്കി എന്ന് വന്നാലും ഇതേമാതിരത്തെ അവസ്ഥ. ഇവിടെ ആൾക്കാരെ തിന്നുന്ന പോലെ നീപ്പിച്ചു വിട്ടാണ് ഗൈസ്. എന്നിട്ട് അങ്ങ് സ്ഥലം കിട്ടി. എന്താ ചെയ്യുക, നല്ല വശന കേട്ടോ ഇവിടെ, അതുകൊണ്ടാണ് ഇത്ര തിരക്കും. മുനീർ എന്താണ്ടി ചാണോ? റൈസ് ഇവിടുത്തെ ബിരിയാണിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അൺലിമിറ്റഡ് റൈസ് ആണേ, തിന്നാൻ പറ്റുന്നിടത്തോളം തിന്നാം. പിന്നെ കോഴിമുട്ടൊക്കെ ഉണ്ട്. ആണോ? അപ്പൊ ഗായ്സ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റാഹത്തായി. നല്ല ഫുഡ് ഇനി നല്ല ഫുഡല്ലേ. അപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് ഇന്ന് നമ്മളെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിച്ച് നമ്മൾ വീട്ടിലേക്ക് റൂമിലേക്ക് തിരക്കുകയാണ്. അപ്പൊ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലൊക്കെ വരാം. വന്നാ വന്ന്. അപ്പൊ